ഞങ്ങൾക്ക് പിറകിൽ ഈ കാണുന്ന രണ്ട് ഭീമൻ കെട്ടിട സമുച്ചയങ്ങൾ അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യെസ്, പാലാ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഏറ്റവും പുതിയ രണ്ട് കിടിലൻ ഹോസ്റ്റൽസ്. അപ്പൊ ഈ രണ്ട് ഹോസ്റ്റൽസും സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ മുത്തോലി മെയിൻ ക്യാമ്പസിൽ നിന്നും വെറും 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള പന്തത്തല എന്ന് പറഞ്ഞ സ്ഥലത്താണ് അല്ലേ? അപ്പോൾ ഇവിടെ ഈ രണ്ട് ഹോസ്റ്റലുകൾ മാത്രമല്ല, 10 ഏക്കർ സ്ഥലമാണ്. 10 ഏക്കർ സ്ഥലത്ത് ഇത് കൂടാതെ ക്യാമ്പസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഓഡിറ്റോറിയം, അതുപോലെ തന്നെ അതെ ക്യാൻറ്റീൻ. യെസ്, അങ്ങനെ ബ്രില്യൻ സ്റ്റഡി സെന്ററിന്റെ ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ ഉയർന്നു വരുന്ന ഒരു സ്ഥലത്താണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. അതിന് മുന്നോടിയായിട്ടാണ് ഈ രണ്ട് മെയിൻ ബോയ്സ് ആൻഡ് ഗേൾസ് ഹോസ്റ്റൽസ് വരുന്നത്. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഹോസ്റ്റലുകളാണ്. ഒന്ന് ബോയ്സ് ഹോസ്റ്റലും ഒന്ന് ഗേൾസ് ഹോസ്റ്റലുമാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ പ്രത്യേകത, രണ്ട് കൺസ്ട്രക്ഷൻ കമ്പനികൾ മത്സരിച്ച് പണിതാണ് ഈ രണ്ട്. അവരുടെ ഇടയിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, ആരാദ്യം ഈ ഒരു ബിൽഡിംഗ് പണി തീർക്കും എന്നൊരു കോമ്പറ്റീഷൻ അവരുടെ രണ്ടിടയിലുണ്ട്. പണി പൂർത്തിയാക്കിയിരിക്കുകയാണ്. 99% പണികളും പൂർത്തിയായിരിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഏറ്റവും പുതിയ ബാച്ചിന്, അതായത് അടുത്ത ബാച്ചിന് തന്നെ ഇവിടെ പ്രവേശനം ലഭിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു കൺസ്ട്രക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ, നമ്മുടെ ഈ ഒരു ഗേൾസ് ഹോസ്റ്റൽ പണിയുന്നത് നമ്മുടെ വെള്ളാപ്പള്ളി കൺസ്ട്രക്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ബോയ്സ് ഹോസ്റ്റൽ പണിയുന്നത് SRG കൺസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ നമ്മുടെ പാലായിൽ മാത്രം ബ്രില്യന്റിന് 250-ലധികം ഹോസ്റ്റലുകളുണ്ട്. അപ്പോൾ ആ ഒരു ശ്രേണിയിലേക്കാണ് ഈ ഏറ്റവും പുതിയ രണ്ട് കിടിലൻ ഹോസ്റ്റലുകൾ എത്തുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഗേൾസ് ഹോസ്റ്റൽ 1.5 ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് പണിതിരിക്കുന്നത്. അതുപോലെ തന്നെ ബോയ്സ് ഹോസ്റ്റൽ 1 ലക്ഷത്തിൽ പരം സ്ക്വയർ ഫീറ്റിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിൽ 250ഓളം മുറികളാണുള്ളത്. അതായത് ഏകദേശം 500ഓളം വിദ്യാർത്ഥികൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യമാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഈ ഒരു ബോയ്സ് ഹോസ്റ്റൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 200 മുറികളും അതുപോലെ തന്നെ 400ഓളം വിദ്യാർത്ഥികൾക്കും താമസിക്കാൻ പറ്റുന്ന ഒരു ഹോസ്റ്റലാണ് നമ്മുടെ ഈ ഒരു ബോയ്സ് ഹോസ്റ്റൽ. അപ്പോൾ ഈ രണ്ട് ഹോസ്റ്റലിനും പ്രത്യേകത, നമ്മുടെ ബ്രില്യന്റിന്റെ എല്ലാ ഹോസ്റ്റലും പോലെ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ എല്ലാവിധ സംവിധാനങ്ങളോടും കൂടിയ രീതിയിലാണ് ഇതിന്റെ ഒരു നിർമ്മാണം. അതെ. അപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ സൗകര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഇവിടെ വലിയൊരു കിണറുണ്ട്, അതുപോലെ തന്നെ കുഴക്കിണറുണ്ട്, അതുപോലെ തന്നെ 2 വലിയ ജലസംഭരണി അല്ലെ, മഴവെള്ള ജലസംഭരണി ഉണ്ട്. മഴവെള്ള സംഭരണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ 1.5 ലക്ഷം ലിറ്റർ വെള്ളം സംഭരിക്കുന്ന തരത്തിലേക്കുള്ള രണ്ട് ജലസംഭരണികളാണ് ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞത് കൂടാതെ ഒരുപാട് സവിശേഷതകളുള്ള രണ്ട് ഹോസ്റ്റലാണ് കേട്ടോ. അതെ, ഒരുപാട് വിശേഷങ്ങൾ നിങ്ങൾക്ക് കാണാനും കേൾക്കാനും എല്ലാമായിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ബോയ്സ് ഹോസ്റ്റലിന്റെയും അതുപോലെ തന്നെ ഗേൾസ് ഹോസ്റ്റലിന്റെയും വിശേഷങ്ങളെ കുറിച്ച്. അപ്പൊ നമുക്ക് നേരിട്ട് വിശേഷങ്ങളിലേക്ക് പോകാം. അതെ, തീർച്ചയായും. അപ്പൊ നമ്മളിത് ഗേൾസ് ഹോസ്റ്റലിന്റെ അകത്തേക്ക് കയറി. ഇത് ഫസ്റ്റ് ഫ്ലോർ ആണ്, താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്. ഇത് കൂടാതെ ഒരു 4 ഫ്ലോറും കൂടെ ഉണ്ട്. ടോട്ടൽ ഒരു 5 ഫ്ലോർ ആണ് നമുക്ക് ഈ ഒരു ഹോസ്റ്റലിൽ വരുന്നത് അല്ലേ. മുകളിലേക്കുള്ള ഫ്ലോറുകളിലേക്ക് പോകുന്നതിനും താഴേക്ക് വരുന്നതിനും വേണ്ടിയിട്ട് ലിഫ്റ്റ് രണ്ട് ലിഫ്റ്റാണ് നമുക്ക് ഇവിടെ വിദ്യാർത്ഥികൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇത് കൂടാതെ തന്നെ നമുക്ക് സ്റ്റെപ്പും ഉണ്ട്. വളരെ വിശാലമായ സ്റ്റെപ്പ് ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് തെക്കും തിരക്കൊന്നും കൂടാതെ നല്ല രീതിയിൽ കയറി പോകാൻ പറ്റുന്ന അതിവിശാലമായ സ്റ്റെപ്പുകളാണ് ഉള്ളത്. അതുകൂടാതെ വളരെ രസകരമായ ഒരു നടുമുറ്റം, അത് എടുത്തു വരേണ്ട കാര്യമാണ്. വലിയ വിശാലമായ ഒരു നടുമുറ്റം കൂടെ ഈ ഒരു ഹോസ്റ്റലിൽ ഉണ്ട്. അത് നല്ലൊരു ഭംഗിയാണ് അത് കാണാനും അല്ലെ. അതുപോലെ തന്നെ അതിഥികൾക്ക് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടികളുടെ പേരൻസിനൊക്കെ വരുമ്പോൾ ഇരിക്കുന്നതിന് വേണ്ടി ഒരു ഗസ്റ്റ് റൂമും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പഠനത്തിന് ആവശ്യമായിട്ട് വേണ്ട അവരുടെ സുഗമമായ പഠനം മുമ്പോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ലൈബ്രറി സംവിധാനം ഇതിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഫ്ലോറിലും സ്റ്റഡി ഹാളും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാ ഫ്ലോറിലും ഉണ്ട്. കുട്ടികൾക്ക് നല്ല സമാധാനത്തോടെ നല്ല പീസ്ഫുൾ ആയിട്ട് ഇരുന്ന് പഠിക്കാനൊക്കെ ആയിട്ട് നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്റ്റഡി ഹാളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് അല്ലേ. നമ്മുടെ എല്ലാ ഹോസ്റ്റലുകളിലും ബ്രില്യന്റിന്റെ എല്ലാ ഹോസ്റ്റലുകളിലും വൈഫൈ ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും സ്പീഡുള്ള ഇന്റർനെറ്റ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. വൈഫൈ സംവിധാനം 2 ഹോസ്റ്റലിലും നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ടല്ലേ. അതെ, തീർച്ചയായും. അപ്പൊ ഇതാണ് നടുമുറ്റം അല്ലേ. വിശാലമായ ഒരു നടുമുറ്റാണ് നമുക്ക് വിദ്യാർത്ഥികൾക്കായി ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു സ്ഥലം അല്ലേ. എനിക്ക് പിന്നെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് തോന്നിയത് നമ്മളോട് നിൽക്കുമ്പോൾ ഒരു നല്ല തണുപ്പുണ്ടല്ലേ. അതെ, തണുപ്പുണ്ട്. അത് മെയിനായിട്ട് ചുറ്റും മരങ്ങളാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു തണുപ്പൊക്കെ ഇവിടെ ഉണ്ട്. നല്ലൊരു സുഖമാണ് ഇവിടെ നിൽക്കുമ്പോൾ. പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞ് നമ്മുടെ കുട്ടികളെ സംബന്ധിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത് ഭയങ്കര രസമായിരിക്കും.
ഗേൾസ് ഹോസ്റ്റലിലെ ഏറ്റവും ടോപ്പ് ഫ്ലോറിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിരവധി റൂമുകളുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വലിയൊരു പാസേജ് സംവിധാനവും ഇവിടെ നമ്മൾ കുട്ടികൾക്കായിട്ട് ഉണ്ട്. അതെ, കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് പാസേജ് വഴി നടന്നു പോകുന്നതിന് തെക്കോ ഒന്നുമില്ല, വലിയൊരു ആയിട്ടുള്ള ഒരു പാസേജ് ഹോസ്റ്റലിന് വേണ്ടിയിട്ട് ബ്രില്യന്റ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടൈലിന്റെ പണികളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അതെ, വൈറ്റ് വാഷും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനിയിപ്പം പെയിന്റ് അടിക്കണം. ഇനിയിപ്പം ബാക്കി ഇലക്ട്രിക്കൽ വർക്കുകളും അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്കുകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഇനി റൂം കാണണം അല്ലേ? അപ്പൊ നമ്മുടെ വലിയ വിശാലമായ റൂമുകളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ബ്രില്യന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് റൂമുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം അല്ലേ? ഓക്കെ. അപ്പം ഇതാണ് റൂം. വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ്. വിദ്യാർത്ഥികൾക്കായിട്ട് എല്ലാവിധ സംവിധാനങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു റൂമാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല, നമുക്ക് ഈ ഒരു 3 ഷെൽഫും നമുക്ക് അവരുടെ പുസ്തകങ്ങൾ അടുക്കി വെക്കാനും ഒക്കെ ആയിട്ട് ഒരു 3 വലിയ ഷെൽഫുകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഫർണിച്ചറിന്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉദ്ഘാടനത്തിന്റെ സമയമാകുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല വലിയൊരു റൂമാണത്. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കാറ്റും വെളിച്ചമൊക്കെ വരുന്ന തരത്തിലാണ് ഇതിന്റെ ഒരു രൂപകൽപ്പന അല്ലേ? തീർച്ചയായും. അപ്പോൾ അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അതെ, എല്ലാ റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ വലിയൊരു ബാത്റൂമാണ്. അപ്പൊ അങ്ങനെ ഗേൾസ് ഹോസ്റ്റലിന്റെ മെസ് ഹാൾ എത്തിയിരിക്കുകയാണ്. എന്താണ് ഈ മെസ് ഹാളിന്റെ പ്രത്യേകത? മെസ് ഹാളിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു 500 വിദ്യാർത്ഥികൾക്കും അറ്റ് എ ടൈം ഈ ഒരു മെസ് ഹാളിൽ ഇരുന്ന് കഴിക്കാൻ പറ്റുമെന്നാണ് ഈ ഒരു മെസ് ഹാളിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള മെസ് ഹാളാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞതുപോലെ തന്നെ 500 വിദ്യാർത്ഥികൾക്ക് ഒരേ സമയത്ത് ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി അത്രയും വലിയ വിശാലമായ ഒരു മെസ് ഹാൾ സൗകര്യവും. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലാണ്. അതെ, ഏറ്റവും ബേസ്മെന്റ് ഫ്ലോറിലാണ് ഈ ഒരു മെസ് ഹാൾ വരുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് നമ്മുടെ ബ്രില്യന്റ് സ്റ്റഡി സെന്ററിലെ സൂപ്പർവൈസറാണ് കേട്ടോ, അജയ് ചേട്ടനാണ്. നമ്മുടെ പന്തത്തലയിലെ ഗേൾസ് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളെല്ലാം, അതിൻ്റെ മേൽനോട്ടവും കാര്യങ്ങളും സൂപ്പർവിഷനും എല്ലാം അജയ് ചേട്ടനായിരുന്നു. അപ്പോൾ അജയ് ചേട്ടാ, അപ്പോൾ ഇതിൻ്റെ പണി ഏകദേശം നമുക്കൊരു 99% തീർന്ന് കിടക്കുന്നതാണ്. അത് നമ്മുടെ ഇത് വരുന്ന സ്ക്വയർ ഫീറ്റിന് ഒരു 1 ലക്ഷം സ്ക്വയർ ഫീറ്റിന് മുകളിലോട്ടുള്ള ബിൽഡിംഗ് ആണ്. അതുപോലെ നമുക്ക് മഴവെള്ള സംഭരണി ഒരു 1 ലക്ഷം ലിറ്ററിന്റെ മുകളിലോട്ടുള്ള മഴവെള്ള സംഭരണി ലിറ്റർ വെള്ളം നമുക്ക് അതിൻ്റെ കപ്പാസിറ്റി അത് ഈ ലേഡീസ് ഹോസ്റ്റലിന് മാത്രമുള്ളതാണ്. പിന്നെ ഉള്ളത് പാർക്കിംഗ് നമ്മുടെ ഈ താഴെ കാണുന്ന ഈ 2 സ്ഥലമാണ് പാർക്കിംഗ് ആയിട്ട് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത്. വിശാലം. അതുപോലെ നമുക്ക് ഇനി പുതിയൊരു റോഡ് വരുന്നുണ്ട്. അതിൻ്റെ പണികൾ ഇപ്പോൾ അടുത്ത ആഴ്ച തുടങ്ങുവാണ്. അപ്പോൾ വിഷ്ണു, അതിവിശാലമായ ഒരു ടെറസും നമ്മുടെ ഈ ഒരു ഹോസ്റ്റലിലുണ്ട്. സോ നമുക്ക് എന്തായാലും ആ ഒരു ടെറസ് നോക്കി കണ്ടാലോ? ടെറസിലെ കാഴ്ചകൾ കാണാം. ടെറസിലെ കാഴ്ചകൾ വളരെ ഭംഗിയുള്ള കാണാം. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മുടെ ടെറസിലെ കാഴ്ചകൾ കൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം അല്ലേ? തീർച്ചയായും. ശരിക്കും വളരെ മനോഹരമായ ഒരു കാഴ്ചയാണല്ലേ ഈ ഒരു ടെറസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ടെറസിൽ നിന്നുള്ള കാഴ്ചകൾ അതിമനോഹരമാണ്. ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള, ചുറ്റും മരങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് ഇവിടെ നോക്കുമ്പോൾ. അതെ, രസകരമാണ്. ഭയങ്കര കാറ്റും ഒക്കെ ആയാലും നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ടെറസിന്റെ വലിപ്പം അല്ലെ, ടെറസിന്റെ വലിപ്പം എന്ന് പറയുന്നത് വളരെ വലിയ സ്പേഷ്യസ് ആണ്. ഇതുപോലെ തന്നെ ഭയങ്കര സ്പേസ് ആണ്.
യെസ്, അപ്പോൾ ഈ ഒരു ടെറസിൽ നോക്കുമ്പോൾ നേരെ ഫ്രണ്ടിലായിട്ട് നമുക്ക് ആ ഒരു ബോയ്സ് ഹോസ്റ്റലും കാണാൻ സാധിക്കുന്നതായിരിക്കും അല്ലേ? അപ്പോൾ ബോയ്സ് ഹോസ്റ്റൽ വലിയൊരു കെട്ടിട സമുച്ചയമാണ്. അപ്പോൾ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ പന്തത്തലയിലെ ബോയ്സ് ഹോസ്റ്റലിലെ വിശേഷങ്ങളിലേക്കാണ്. അതെ. അപ്പോൾ ഇതാ നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിന്റെ വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കണ്ടു കഴിഞ്ഞ് നേരെ നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിലേക്കാണ് വന്നിരിക്കുന്നത് അല്ലേ? അതെ, നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിന് നേരെ ഓപ്പോസിറ്റ് ആണ്. അതെ, നമ്മുടെ ഈ ഒരു ബോയ്സ് ഹോസ്റ്റലും വരുന്നത്. ഇത് 4 നിലകളിലായിട്ടാണ് ബോയ്സ് ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് 4ാമത്തെ നിലയിലാണ്. അതെ, നിങ്ങൾക്ക് കാണാം നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിലെ പോലെ തന്നെ ബ്രില്യന്റിന്റെ എല്ലാ ഹോസ്റ്റലിലെ പോലെ തന്നെ വളരെ വിശാലമായ ഒരു പാസേജ് ആണ് കാണാൻ കഴിയുന്നത്. ഗേൾസ് ഹോസ്റ്റൽ എങ്ങനെയാണോ ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ബോയ്സ് ഹോസ്റ്റലും പണി കഴിപ്പിച്ചിരിക്കുന്നത്. ആ ഒരു വിശാലമായ പാസേജും ആ റൂമുകളും കാര്യങ്ങളും എല്ലാം അതേപോലെ തന്നെയാണ്. അതുപോലെ ലിഫ്റ്റ് സൗകര്യങ്ങളുണ്ട്, സ്റ്റെപ്പ് ഉണ്ട്. നടുമുറ്റത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 2 നടുമുറ്റാണല്ലേ? അതെ, അവിടെ ഒരു നടുമുറ്റാണെങ്കിൽ ഇവിടെ 2 നടുമുറ്റാണ് വന്നിരിക്കുന്നത്. അതും വളരെ ഭംഗിയുള്ള ഒരു കാഴ്ച തന്നെയാണ്. അതുപോലെ തന്നെ സ്റ്റഡി ഹാള്, കോൺഫറൻസ് ഹാള്, അങ്ങനെ എല്ലാ തരത്തിലും ഗസ്റ്റ് റൂം, അങ്ങനെ ഒരു ഹോസ്റ്റലിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഈ ബോയ്സ് ഹോസ്റ്റലും തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിലെ ഒരു റൂം കാണാം. അതെ, റൂമിന്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരും അല്ലേ? പണി നടക്കുന്നതേ ഉള്ളൂ. അതെ, അപ്പോൾ ടൈലിന്റെ പണിയൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ വൈറ്റ് വാഷും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പൊ 2 ഹോസ്റ്റലിന്റെ പണി ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. ഇലക്ട്രിക്കൽ വർക്കും അതുപോലെ തന്നെ പ്ലംബിംഗ് വർക്കുകളാണ് പൂർത്തിയാക്കാൻ 90% പണിയും പൂർത്തിയായി കഴിഞ്ഞു. അപ്പൊ നമുക്ക് നേരെ ഇനി നമ്മുടെ റൂമുകൾ എങ്ങനെയുണ്ടെന്ന് കാണാം. അതെ, അപ്പൊ ഇത് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിന്റെ റൂമാണ്. അതെ, വളരെ വിശാലമായ നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം തന്നെയാണ് വിദ്യാർത്ഥികൾക്കായി നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ റൂമിനും, അങ്ങനെ തന്നെയാണ്. അതുകൂടാതെ ഒരു ഡ്രസ്സിംഗ് ഏരിയയും നമ്മളിവിടെ ഒരുക്കിയിട്ടുണ്ട് അല്ലേ അവർക്ക്? ബാത്റൂമിനോട് ചേർന്ന് ഡ്രസ്സിംഗ് ഏരിയയും ഉണ്ട്. അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമുകളാണ് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലും എല്ലാ ഫ്ലോറിലും എല്ലാ മുറികളും തയ്യാറാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗേൾസ് ഹോസ്റ്റലിനെ പോലെ തന്നെ ഇവിടെ ഒരു ബോയ്സ് ഹോസ്റ്റലിലും വൈഫൈ സംവിധാനം എല്ലാ റൂമുകളിലും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ വായു സഞ്ചാരത്തിന്റെ കാര്യത്തിലായാലും സൂര്യപ്രകാശത്തിന്റെ കാര്യത്തിലായാലും നല്ല വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിലാണ് റൂമിന്റെ ഡിസൈനിങ്ങും നിർമ്മാണവും ഒക്കെ നടന്നിരിക്കുന്നത്. അതെ, കാരണം 2 ഹോസ്റ്റലും അടുത്തടുത്ത് തന്നെയാണ്. അതേ ആ ഒരു ജോഗ്രഫിക് ഏരിയ പോലെ തന്നെയാണ്. കാരണം ആ ചുറ്റും മരങ്ങളും എല്ലാം ഉണ്ട്. സോ നല്ല കാറ്റും വെളിച്ചം എല്ലാം കയറുന്ന ഒരു തണുപ്പുള്ള ഏരിയ ആണ്. അതുപോലെ മരങ്ങൾ ഇടതൂർന്ന് നിൽക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ നല്ല സുഖമായിരിക്കും അല്ലേ? പിന്നെ തീർച്ചയായും. എന്നാലും നമുക്ക് ഗേൾസ് ഹോസ്റ്റൽ പോലെ തന്നെ നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിന് ഒരു നല്ലൊരു വിശാലമായ ഒരു ടെറസ് ഏരിയ ഉണ്ട്. നമുക്ക് നേരെ അതും കൂടെ ഒന്ന് പോയി കാണാം അല്ലേ? നേരെ ടെറസിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ടെറസിൽ കയറി നിന്നു വളരെ രസകരമായ കാഴ്ചകളാണല്ലേ ചുറ്റും. ആ ഒരു പ്രകൃതി ഭംഗിയാണ് ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പറയുന്നത്. കാരണം ചുറ്റും ആ ഒരു മരങ്ങളും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എക്കോ ഫ്രണ്ട്ലി. അതെ, തീർച്ചയായും അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോസ്റ്റൽസ് ആണ് രണ്ടും. അതെ, അതുപോലെ തന്നെ നോക്കിയേ, നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഗേൾസ് ഹോസ്റ്റൽ കാണാം. അതെ, അപ്പോൾ എനിക്കിപ്പോൾ ഉള്ളത് നമ്മുടെ ഗണേശൻ ചേട്ടനാണ്. ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ സൂപ്പർവൈസറാണ്. നമ്മുടെ പന്തത്തലയിലെ ബോയ്സ് ഹോസ്റ്റലിൻ്റെ കാര്യങ്ങളെല്ലാം അതിൻ്റെ പണിയുടെ സൂപ്പർവിഷനും അതിൻ്റെ മേൽനോട്ടം കാര്യങ്ങളെല്ലാം വഹിച്ചിരുന്നത് നമ്മുടെ ഗണേശൻ ചേട്ടനായിരുന്നു. അപ്പോൾ എങ്ങനെയുണ്ട് ഗണേശൻ ചേട്ടാ, പണിയൊക്കെ ഏകദേശം പൂർത്തിയായോ? ഏകദേശം ഒരു 99% വർക്കുകൾ, ഫിനിഷിംഗ് വർക്കുകൾ മാത്രം, പെയിന്റിങ് തീർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാം മാത്രമുള്ളൂ. ടച്ചിങ് വർക്ക് എന്ന് പറയുന്നത് ടൈൽ വർക്കെല്ലാം തീർന്നു. പെയിന്റിങ് ഇപ്പം നമ്മൾ കളർ ചെയ്തുകൊണ്ടിരിക്കുന്നു. സാനിറ്ററിയും എല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലേ? ശരിക്കും എത്ര സ്ക്വയർ ഫീറ്റ് ആണ് നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിൽ? ഇതിപ്പോൾ നമുക്ക് 1,00,000 സ്ക്വയർ ഫീറ്റ് ആണ്. 400 പിള്ളേരോളം താമസിപ്പിക്കത്തക്ക രീതിയിലുള്ള ഫെസിലിറ്റീസ് ആണ് ഇതായിട്ട്. അതുപോലെ തന്നെ മഴവെള്ള സംഭരണി 1.5 ലക്ഷം ലിറ്ററിന്റെ മഴവെള്ള സംഭരണിയുണ്ട്. കുടിവെള്ളത്തിനായിട്ട് നമുക്ക് കിണറുകൾ 2 ഉണ്ട്, കുഴൽക്കിണറുകളുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ക്യാൻറ്റീൻ നമുക്കിനി വരുന്നുണ്ട്. ഉടനെ തന്നെയുള്ള അടുത്ത ക്യാൻറ്റീൻ നമ്മുടെ ബോയ്സ് ഹോസ്റ്റലിനോട് ചേർന്ന് തന്നെയാണ് ക്യാൻറ്റീനും മെഡിക്കൽ സംവിധാനങ്ങളും എല്ലാ ഇതുണ്ട്. കുട്ടികൾക്ക് പഠിക്കാനുള്ള ലൈബ്രറി സംവിധാനങ്ങൾ, കോൺഫറൻസുകൾ
ലിഫ്റ്റ് ഉണ്ട്. 2 ബിൽഡിങ്ങിലും ഉണ്ട് ലിഫ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥിക്ക് അവരുടെ സുഗമമായ പഠനത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഗ്രാമീണമായ അന്തരീക്ഷത്തിൽ ഇരുന്ന് പഠിക്കത്തക്ക രീതിയിൽ. അതെ, കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം, നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്ന ഒരു സ്ഥലം, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു കുട്ടിക്ക് നന്നായിട്ട് ഇരുന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്ന രീതിയിലാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിന്റെ 2 ഹോസ്റ്റലിന്റെ നിർമ്മാണം ഇപ്പോൾ പൂർത്തിയായി. എക്കോ ഫ്രണ്ട്ലി രീതിയിലാണ്, സഫീഷ്യൻ്റ് ആയിട്ട് സൺലൈറ്റും എയറും പാസ് ചെയ്യത്തക്ക രീതിയിലുള്ള ബിൽഡിംഗ് ഇതാണ്. നടുമുറ്റത്തോടു കൂടിയ 2 ബിൽഡിങ്ങും പണിതിരിക്കുന്നത്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.